ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഇ.ഡി. ഓഫീസിൽ രാവിലെ 10 മണിയോടെയാണ് ഹാജരായത്. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് SIT റിപ്പോർട്ട്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കം 3 പേരെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 4ാം പ്രതിയാണ് എസ് ജയശ്രീ. സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ സ്വർണം എന്നതിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയതിലെ താൽപ്പര്യങ്ങൾ, ഇടപെടലുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയെ ഇ.ഡി. ചോദ്യം ചെയ്യുന്നത്. അറ്റകുറ്റപ്പണികളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകാൻ ഉത്തരവിട്ടത് ജയശ്രീയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N. വാസുവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയശ്രീയുടെ ഉത്തരവ്. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. 2020 സർവീസിൽ നിന്ന് വിരമിച്ചു. ദേവസ്വം ബോർഡ് തീരുമാനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയതെന്നായിരുന്നു എസ് ജയശ്രീ SITക്ക് നൽകിയ മൊഴി. SIT കേസിൽ 4ാം പ്രതിയായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ശക്തമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു. വീണ്ടും കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കവർച്ച കേസിൽ ഇ.ഡി. ചോദ്യം ചെയ്യുന്ന 4ാമത്തെയാളാണ് എസ് ജയശ്രീ. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, എസ് ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ എന്നിവരെയാണ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. ജനം, കൊച്ചി.